പത്തനംതിട്ടയിലെ ആനത്തോട്ടിൽ കാർ യാത്രക്കാർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ഗവിയിലേക്ക് പോയ ചങ്ങനാശ്ശേരി സ്വദേശികൾക്ക് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. സൂക്ഷിച്ച് പതിയെ. സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, ഇത് എപ്പോഴാണ് സമയം? ഈ സമയത്ത് ഇവിടെ യാത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉള്ള സ്ഥലമല്ലല്ലോ അല്ലെ? പാതയിൽ അട്ടത്തോടിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 സംഭവം. കോട്ടയം കറുകരിച്ചാൽ സ്വദേശി സെബാസ്റ്റ്യനും കുടുംബാംഗങ്ങളും അടക്കം 6 പേർ യാത്ര ചെയ്തിരുന്ന കാറാണ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. അട്ടത്തോട് വളവ് തിരിഞ്ഞ് എത്തുന്ന മേഖലയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എതിർദിശയിൽ കാട്ടാന എത്തുന്നത് കണ്ട് ഡ്രൈവർ വാഹനം നിർത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് കാറിന് സമീപത്തെത്തിയ ആന ബോണറ്റിൽ കുത്തി കാർ മറിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. കാറിലുണ്ടായിരുന്ന കൊച്ചുകുട്ടികൾ അടക്കം നിലവിളിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാറിന് മുൻപിൽ ആന വരുന്നത് കണ്ട് കൗതുകത്തോടുകൂടി മൊബൈൽ ഓൺ ചെയ്ത ദൃശ്യങ്ങൾ പകർത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഭീതിപ്പെടുത്തുന്ന തരത്തിലേക്ക് സംഭവ വികാസങ്ങൾ വന്നു ചേർന്നു. എന്തായാലും കാട്ടാനയുടെ ശ്രമം വിഫലമായി, അല്ലെങ്കിൽ കാട്ടാന പിന്നീട് പിന്മാറി എന്ന് തന്നെ പറയാം. കാറിന്റെ വശത്തു കൂടി ആന കടന്നുപോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം സെബാസ്റ്റ്യൻ കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് തൊട്ട് മുന്നിൽ പോയ മറ്റൊരു വാഹനത്തിന് നേരെയും ആക്രമണം ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്, പക്ഷേ സ്ഥിരീകരണമില്ല. അതേസമയം സെബാസ്റ്റ്യന്റെ വാഹനത്തിന് സമീപം കാട്ടാന എത്തിയതിന് പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം അതുവഴി കടന്നു വന്നു. അപ്പോഴേക്കും പക്ഷേ ആന കാട്ടിലേക്ക് തന്നെ മാറിപ്പോയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുമളിയിൽ നിന്നും യാത്ര പുറപ്പെട്ട് പത്തനംതിട്ടയിലേക്ക് വന്ന KSRTC ബസ്സിന് മുൻവശത്തും ഇതേ കാട്ടാന പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് നിന്നിരുന്നു. ഏറെക്കുറെ 300 മീറ്ററോളം KSRTC ബസ് പിന്നിലേക്ക് എടുത്ത ശേഷം മാത്രമാണ് കാട്ടാന അന്ന് പിൻവാങ്ങിയത്. ശരി, സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അപകടമൊന്നും ഉണ്ടാകാതെ കാട്ടാന പിന്മാറി എന്നത് ആശ്വാസമാണ്. പക്ഷേ വാഹനത്തിലിരുന്നവരൊന്ന് വല്ലാതെ ഭയന്നുപോയി. സൂക്ഷിച്ച് പതിയെ.